ലേണിംഗ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ പാർട്ട് 15 വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് പാരഗ്രാഫ് ഗ്രൂപ്പ് കമാൻഡ്സ് ആണ് പഠിക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോൺ ഗ്രൂപ്പ് കമാൻഡ്സ് പറഞ്ഞപ്പോൾ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ കമാൻഡ് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ആദ്യം നമുക്ക് ആ കമാൻഡ് പഠിക്കാം. നമ്മൾ സാധാരണയായി ഒരു ഡോക്യുമെൻ്റ് എഴുതി തയ്യാറാക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഹൈലൈറ്റർ പെൻ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അതേ പ്രവൃത്തിയാണ് ഈ കമാൻഡും ചെയ്യുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രം ഹൈലൈറ്റിംഗ് മതിയെങ്കിൽ ആദ്യം ആ ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വേർഡിന് മാത്രം ഹൈലൈറ്റിംഗ് മതിയെങ്കിൽ ഇതാദ്യം സെലക്ട് ചെയ്യുക. പിന്നീട് മൗസ് പോയിൻ്റർ ഇവിടേക്ക് കൊണ്ടുവരിക. ഇവിടെ ഡിഫോൾട്ടായി യെല്ലോ കളർ ഹൈലൈറ്റിങ്ങിനായി കിടപ്പുണ്ട്. യെല്ലോ കളർ മതിയെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ വേർഡ് യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. വേറെ കളറിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് ഈ വേർഡ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനായി മൗസ് പോയിൻ്റർ ഇവിടെ ഈ ആരോയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിൻ്റർ ഓരോ കളറിൻ്റെയും മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഈ വേർഡ് അതാത് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് വരുന്നത് കാണാം. അങ്ങനെ നമുക്കൊരു പ്രിവ്യൂ ഇവിടെ കണ്ടുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കളർ സെലക്ട് ചെയ്യാനായി മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ വ്യത്യസ്തമായ പല സ്ഥലങ്ങളിൽ ഹൈലൈറ്റിംഗ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് കളർ സെലക്ട് ചെയ്ത് കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആദ്യം ഇവിടേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. അതിനുശേഷം ഇവിടെ ഉള്ള കളർ മതിയെങ്കിൽ ഇവിടെ ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ല ഇവിടെ നിന്നും വേറെ കളർ എടുക്കണമെങ്കിൽ ഇവിടെ നിന്നും കളർ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മൗസ് പോയിൻ്റർ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ആ മൗസ് പോയിൻ്ററിനോടൊപ്പം തന്നെ ഒരു ഹൈലൈറ്റർ പെന്നിൻ്റെ ഇമേജും കൂടി ഇനേബിൾ ആയിരിക്കുന്നത് കാണാം. ഇതുപയോഗിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഭാഗങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഈ വേർഡ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ വേർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോഴും ഈ ഹൈലൈറ്റർ പെൻ ഇനേബിൾ ആയിരിക്കുന്നത് കാണാം. ഹൈലൈറ്റിംഗ് ഒക്കെ തീർന്ന ശേഷം ഈ പെൻ ഡിസേബിൾ ചെയ്യാനായി മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം സ്റ്റോപ്പ് ഹൈലൈറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പെൻ ഡിസേബിൾ ആയി. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത ശേഷം പിന്നീട് നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഹൈലൈറ്റിംഗ് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഹൈലൈറ്റിംഗ് കളയാനായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ ഫോമാറ്റിംഗ് കളയാനായി, അതായത് ബോൾഡോ ഇറ്റാലിക്സോ അല്ലെങ്കിൽ ഫോൺ സ്റ്റൈലോ ഫോൺ കളറോ ഒക്കെ കൊടുത്തിട്ട് ആ ഫോമാറ്റിംഗ് കളയാനായി ഇവിടെ ക്ലിയർ ഓൾ ഫോമാറ്റിംഗ് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ സാധിക്കുകയില്ല. ഹൈലൈറ്റിംഗ് കളയാനായി ഹൈലൈറ്റിംഗ് കളയാൻ ഉദ്ദേശിക്കുന്ന വേർഡോ സെൻറ്റൻസോ സെലക്ട് ചെയ്യുക. ഈ വേർഡിൻ്റെ ഹൈലൈറ്റിംഗ് ആണ് നമുക്ക് കളയേണ്ടതെങ്കിൽ ഈ വേർഡ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നോ കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഹൈലൈറ്റിംഗ് കളയാവുന്നതാണ്. എന്നാൽ പലയിടങ്ങളിലായി സ്കാറ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈലൈറ്റിംഗ് കളയണമെങ്കിൽ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുത്ത് ഹൈലൈറ്റിംഗ് കളയേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഈ ഒരു പാരഗ്രാഫിലെ ഹൈലൈറ്റിംഗ് കംപ്ലീറ്റ് കളയണമെങ്കിൽ ആദ്യമേ പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ഈ പാരഗ്രാഫിൽ എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന ശേഷം ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ വന്ന് നോ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോ കളർ ആക്റ്റീവ് ആയിരിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ ഇവിടുത്തെ വേർഡിന് നോ കളർ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വന്ന് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഈ പാരഗ്രാഫിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരു സെൻറ്റൻസ് സെലക്ട് ചെയ്യാനായി നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യണം. എന്നാൽ ഒരു സെൻറ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് അൺഡു ചെയ്യാം. ഈ സെലക്ഷൻ കളയാനായി സെലക്ഷൻ്റെ പുറത്ത് എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. അതിനുശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക്
പാരഗ്രാഫ് ഗ്രൂപ്പ് കമാൻഡ്സ് പഠിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 5 ഐറ്റം ലിസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് ഒരു ബുള്ളറ്റഡ് ലിസ്റ്റ് ഫോമിൽ ആക്കാനായി ആദ്യം ഈ 5 ഐറ്റംസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. വേറെ ബുള്ളറ്റ് സ്റ്റൈൽ വേണമെങ്കിൽ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഈ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബുള്ളറ്റ് ലൈബ്രറിയിൽ അവൈലബിൾ ആയിരിക്കുന്ന വേറെ സ്റ്റൈൽസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോ ബുള്ളറ്റ് സ്റ്റൈലിൻ്റെയും മുകളിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാം. അത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവരിക, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ചേഞ്ച് ലിസ്റ്റ് ലെവൽ, ഡിഫൈൻ ന്യൂ ബുള്ളറ്റ്. അതൊക്കെ കോമണായി യൂസ് വരുന്നതല്ല, അതുകൊണ്ട് നമുക്കത് പിന്നീട് പഠിക്കാം. ഇനി നമുക്ക് ഇപ്പോൾ കൊടുത്ത കമാൻഡ് അൺഡു ചെയ്തിട്ട് അടുത്ത കമാൻഡ് പഠിക്കാം. ഇനി ഈ കമാൻഡ് നമുക്ക് പഠിക്കാം. അതിനായിട്ട് ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നീട് നമ്പേർഡ് ലിസ്റ്റിനെയാണ് കാണിക്കുന്നത്. 1 2 3 എന്നുള്ള നമ്പറിംഗ് മതിയെങ്കിൽ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. 1 2 3 അല്ലാതെ ആൽഫബറ്റ്സോ റോമൻ നമ്പേഴ്സോ വേണമെങ്കിൽ ഈ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നേരത്തെ കണ്ടതുപോലെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്തിട്ട് അടുത്ത കമാൻഡ് പഠിക്കാം. ഇത് മൾട്ടി ലെവൽ ലിസ്റ്റാണ്. അതായത് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്നൊക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ചില ഡോക്യുമെൻറ്റ്സിൽ ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2 എന്നൊക്കെ അത്തരത്തിൽ എളുപ്പത്തിൽ ചെയ്യാനാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഈ കമാൻഡിനായി ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താലും ഈ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താലും സെയിം ബോക്സ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇവിടെ ഈ ആർട്ടിക്കിൾ എന്നുള്ള ബോക്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഈ ഫോണ്ടിൻ്റെ കളറ് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ബോൾഡ്നെസ് കൂട്ടി കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ബോൾഡ്നെസ് കൂട്ടി കൊടുക്കാവുന്നതുമാണ്. ഇതിപ്പോൾ സെലക്ഷൻ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും നമ്മൾ കൊടുത്ത ഫോൺ കളറും ബോൾഡ്നെസ്സും ഒക്കെ ഇവിടെയും അപ്ലൈഡ് ആയിരിക്കുന്നത് കാണാം. ഇനി അടുത്ത കമാൻഡ് ഇതിനകത്ത് തന്നെയുള്ള ഇവിടെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്നുള്ള രീതിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക. ഈ ഒരു കമാൻഡിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനും നമുക്കിഷ്ടമുള്ള ഫോമാറ്റിംഗ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫോൺ സ്റ്റൈൽ മാറ്റി കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അൺഡു ചെയ്യാം. അതിനുശേഷം അടുത്ത കമാൻഡ് നോക്കാം. ഇനി അടുത്തതായി നമുക്ക് ഈ കമാൻഡ് പഠിക്കാം. ഡിക്രീസ് ഇൻഡൻറ്റ്, ഇൻക്രീസ് ഇൻഡൻറ്റ്. അതായത് നമ്മുടെ മാർജിൻ ഇവിടെയാണ്. ഈ മാർജിനിൽ നിന്നും ദൂരേക്കും മാർജിനോടടുത്തും നമ്മുടെ ഈ പാരഗ്രാഫിനെ മൂവ് ചെയ്യാനായിട്ടാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മാർജിനോട് ചേർന്ന് കിടക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ഇൻഡൻറ്റ് എന്നുള്ള ഈ കമാൻഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ പാരഗ്രാഫാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ഈ പാരഗ്രാഫിൻ്റെ എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കേഴ്സർ നമുക്ക് അവിടേക്ക് കൊണ്ടുവരണം. അതിനുശേഷം ഇൻക്രീസ് ഇൻഡൻറ്റ് എന്നുള്ള കമാൻഡിൽ ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ലെവല് മാർജിനിൽ നിന്നും ഈ പാരഗ്രാഫ് മൂവ് ആയിരിക്കുന്നത് കാണാം. വീണ്ടും ഒന്നും കൂടി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്താൽ വീണ്ടും ഒന്നും കൂടി അത് റൈറ്റിലോട്ട് മൂവ് ആകുന്നത് കാണാം. ഇനി അത് വീണ്ടും മാർജിനോട് ചേർത്ത് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഡിക്രീസ് ഇൻഡൻറ്റ് എന്നുള്ള ഈ കമാൻഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ ആദ്യത്തെ പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് കാണാം. ഈ കമാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ടാണ് പാരഗ്രാഫ് മൂവ് ചെയ്യുന്നതെന്ന് അറിയിക്കാനായിട്ടാണ് ഇവിടെ ലെഫ്റ്റ് ആരോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്ലൂ കളറിൽ ചെറിയൊരു റൈറ്റ് ആരോ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ടെക്സ്റ്റ് റൈറ്റിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് സോർട്ട് ചെയ്യുന്ന ഈ കമാൻഡ് പഠിക്കാം. അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്യാനാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ
ഫസ്റ്റ് ആൽഫബറ്റ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വേർഡിൽ D ആണ്, അടുത്ത് കഴിഞ്ഞ് P ആണ് കിടക്കുന്നത്, പിന്നീട് H ആണ്. ഇത് നോക്കിയാൽ അസെൻഡിങ് ഓർഡറിലുമല്ല, ഇത് ഡിസെൻഡിങ് ഓർഡറിലുമല്ല, ഒരു ഓർഡറില്ലാതെ കിടക്കുകയാണ്. ഇതിനെ ABCD എന്നുള്ള അസെൻഡിങ് ഓർഡർ ഫോമാറ്റിൽ, അതല്ലെങ്കിൽ നേരെ തിരിച്ചുള്ള ഫോമാറ്റിൽ സോർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം സോർട്ട് ചെയ്യാനുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡർ എന്നുള്ളത് സെലക്റ്റഡ് ആയി കിടക്കുന്നത് കാണാം. അതുകൊണ്ട് ഇവിടെ ഒന്ന് ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. സിയിൽ തുടങ്ങുന്ന ഐറ്റം ആദ്യം വന്നു, പിന്നീട് D, പിന്നീട് H, അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ ലിസ്റ്റ് വന്നിരിക്കുന്നത് കാണാം. ഇനി ഇത് ഡിസെൻഡിങ് ഓർഡറിലാക്കണമെങ്കിൽ വീണ്ടും അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്ത് ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡിസെൻഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഒരു സർക്കിളിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സെലക്ഷൻ വന്നിരിക്കുന്നത് കാണാം. പിന്നീട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അത് ഡിസെൻഡിങ് ഓർഡറിൽ സെലക്റ്റഡ് ആയി. പിയിൽ തുടങ്ങുന്ന വേർഡ് ആദ്യം വന്നു, പിന്നീട് O, പിന്നീട് H, അങ്ങനെ വന്നിരിക്കുന്നത് കാണാം. അടുത്തതായി ഈ കമാൻഡാണ്. പാരഗ്രാഫ് മാർക്കിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ പാരഗ്രാഫിൻ്റെ എൻഡിലെല്ലാം ഓരോ മാർക്ക് വന്നിരിക്കുന്നത് കാണാം. ഇത് കളയാനായി വീണ്ടും ഇവിടെ തന്നെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഗ്രൂപ്പിലെ ഇനിയുള്ള കമാൻഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.